ഈ സമാധാന പുസ്തകം എന്ന് പറയുന്നത് തന്നെ ഒരു ഫേസ്ബുക്ക് ആണ്. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കിനെ വളരെ സിമ്പിൾ ആയിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കും. നല്ല സ്കൂൾ ബേസ് മൂവി ആയതുകൊണ്ട് കുറച്ചും കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ബോയ്സ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാം, ഒറ്റയ്ക്ക് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. നല്ലൊരു കോമഡി ഫാമിലി എന്റർടൈൻമെന്റ് ആണ്. അതായത് കുട്ടികൾക്ക് ഒരു മെസ്സേജ് നൽകുന്ന ഒരു മൂവി. ഫാമിലി എന്റർടൈനർ ആണ്. കോമഡി ഒക്കെ ഭയങ്കര വർക്ക് ആയിട്ടുണ്ട്. ന്യൂ ഫേസസ് അടിപൊളിയാണ്. ഫാമിലി ആയിട്ടും അല്ലാതെ സ്റ്റുഡൻസ് ആയിട്ടും എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റിയ സ്റ്റോറിയാണ്. റെലവന്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരു വിഷയമുണ്ട്. അത് ഏത് കാലത്തും അതിങ്ങനെ മുന്നോട്ടും താഴോട്ടും ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. ഇപ്പോഴും ആരും നിരാശപ്പെടുത്തില്ല. നല്ലൊരു കണ്ടന്റ്. പടത്തെ പറ്റി പറയുകയാണെങ്കിൽ അത് നമ്മുടെ ഒരു 90s നൊസ്റ്റാൾജി ആയിട്ടുള്ള ഈ സമാധാന പുസ്തകം എന്ന് പറയുന്നത് തന്നെ ഒരു ഫേസ്ബുക്ക് ആണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു സബ്ജക്റ്റ് ആണ്. ആ പുസ്തകം ഒരു സമൂഹത്തില് ഒരു കാലഘട്ടത്തില് വളരെയധികം നിലനിന്നിരുന്ന ഒരു സംഗതിയാണ്. ഒരു 80s 70s മുതലൊക്കെ അത് ആളുകൾ പുസ്തകം വായിച്ചു തുടങ്ങിയ കാലം തൊട്ട് എറോട്ടിക് ബുക്സ് ഉണ്ട്. പിന്നീട് ഇന്റർനെറ്റിന്റെ ഒക്കെ ഒരു ആവിർഭാവത്തോടുകൂടി ഈ സംഭവം ഇല്ലാതായി പോവാണ് ഉണ്ടായത്. വിഷ്വലി ആളുകൾക്ക് അത് ലഭ്യമായി തുടങ്ങി. അപ്പോ ആ കാലഘട്ടങ്ങളിൽ സ്കൂൾ കുട്ടികളൊക്കെ ഇത് ഒളിച്ചും പാത്തും കൊണ്ടുവരുന്ന ഒരു സംഗതിയും അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അതിനൊപ്പം തന്നെ ഒരു ജെൻഡർ ഈക്വാലിറ്റിയുടെ എന്തുകൊണ്ട് ഇത്തരം പുസ്തകങ്ങൾ ഒളിച്ചും പാത്തും കുട്ടികൾ വായിക്കേണ്ടി വരുന്ന ഒരു സോഷ്യൽ അവസ്ഥ അത് ഇന്നും മാറാതെ നിലനിൽക്കുന്ന സ്കൂൾ ബേസ് മൂവി ആയതുകൊണ്ട് കുറച്ചും കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ബോയ്സിനായിരിക്കും. അവരുടെ സ്കൂൾ ലൈഫ് ഒക്കെ ഒന്നും കൂടെ ഒന്ന് റീക്രിയേറ്റ് ചെയ്ത് എല്ലാവർക്കും ഒന്ന് മനസ്സിലാവും. പഴയ കാലമൊക്കെ അവർക്ക് ഓർമ്മ വരും. രണ്ട് കാലഘട്ടമാണ് പാസ്റ്റ് 2001ഉം ഇപ്പോഴത്തെ പ്രസന്റും ആണ്. അതില് പഴയകാല പ്രണയവും ഉണ്ട്. പിന്നെ അതിൻ്റെതായ കുറച്ച് ഹോർമോൺ ചേഞ്ചസിൽ ഉണ്ടാവുന്ന കുറെ സംഭവങ്ങളൊക്കെയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവസാനം കരഞ്ഞു പോയി. ഞങ്ങളുടെ സീനല്ല, ഞാനും ധനുസിന്റെയും വീണ ചേച്ചിയുടെ ഒക്കെ സീനൊക്കെ ആകുമ്പോൾ ശരിക്കും നമുക്ക് കരയാൻ തോന്നും. റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സിനിമയായിരിക്കും. അപ്പം ഇപ്പോൾ ഉള്ളവർക്കാണെങ്കിലും ഒരു 30s 2000s സ്കൂൾ ടൈം പാസ് ഔട്ട് ആയ ബാച്ച് ഒക്കെ നല്ല റിലേറ്റബിൾ ആയിരിക്കും. അതൊക്കെ ഇതൊരു പ്രോമിസിംഗ് ഫിലിം തന്നെയാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കണ്ടിറങ്ങിയതേ ഉള്ളൂ. നല്ലൊരു മൂവിയാണ്. എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണണം. അതായത് കുട്ടികൾക്ക് ഒരു മെസ്സേജ് നൽകുന്ന ഒരു മൂവിയാണ്. കുട്ടികൾക്ക് മാത്രമല്ല, നമ്മളെ പുതിയ തലമുറക്കായാലും എല്ലാ സമൂഹത്തിലെ എല്ലാ ആൾക്കാർക്കും നല്ലൊരു മെസ്സേജ് നൽകുന്ന ഒരു മൂവിയാണ്. ആൾക്കാർ അഭിനയിച്ചൊരു മൂവിയാണ്. അതാണ് അതിന്റെ പ്രത്യേകത. കുട്ടികളൊക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നിങ്ങൾ കാണുമ്പോൾ 90s ആയാലും, അതായത് രണ്ട് സ്കൂൾ കാലഘട്ടം ആക്ച്വലി ഇതിൽ കാണിക്കുന്നുണ്ട്. 90സും ഉണ്ട്, പുതിയ ന്യൂ ജനറേഷനും ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് 90സിലെ ആൾക്കാർ വരുന്ന സമയത്ത് അവർക്ക് അവരുടെ സ്കൂൾ ലൈഫായിട്ട് ഇത് സെയിം. നല്ലൊരു ഫാമിലി എന്റർടൈനർ ആണ്. കോമഡി ഒക്കെ ഭയങ്കര വർക്ക് ആയിട്ടുണ്ട്. ന്യൂ ഫേസസ് ആണ്. അപ്പൊ നിങ്ങളെ ഓഡിയൻസിന്റെ സപ്പോർട്ട് ഭയങ്കരമായിട്ട് വേണം നമുക്ക്. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് മസ്റ്റ് ആയിട്ട് വാച്ച് ചെയ്യാം. നല്ലൊരു സോഷ്യൽ എന്താ പറയാ ഒരു അഡ്വൈസ് കൊടുക്കുന്ന ഒരു മൂവിയാണ്. അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ കാണുമ്പോൾ അതിന്റെ ഒരു ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു. ആൻഡ് പുതിയ പിള്ളേര്, പുതിയ ആർട്ടിസ്റ്റുകള് വളർന്നു വരുന്ന യങ് ടാലൻസിനെ കാണുമ്പോഴും ഒരു സന്തോഷമുണ്ട്. ആൻഡ് ദർ ഓൾ വെരി പ്രൊഫഷണൽ. ആദ്യമായിട്ട് അഭിനയിക്കുന്ന ആൾക്കാരായിട്ട് തോന്നുന്നുണ്ടായിരുന്നില്ല. എല്ലാവരും കുറെ കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതായിട്ട് എനിക്ക് തോന്നി. എസ്പെഷ്യലി ഫോർ ഗൈസ് ഐ തിങ്ക് നൊസ്റ്റാൾജിക് ആയിട്ട് കുറെ കാര്യങ്ങൾ ഉണ്ടാവും. ഒരു ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിച്ചതും സ്കൂളിൽ നടന്ന കാര്യങ്ങളും അങ്ങനത്തെ കുറച്ച് മൊമെന്റ്സ് എനിക്ക് തോന്നുന്നു വിത്ത് ബോയ്സ് കുറച്ചും കൂടി ഉണ്ടാവും. എന്റെ പേര് ഇർഫാൻ എന്നാണ്. ഞാൻ ഈ പടത്തില് സമാധാന പുസ്തകത്തില് മുത്തലിബ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യാണ്. ഒരുപാട് സന്തോഷം. ഞാൻ ജോവാൻജോ ടീമിൽ നിന്നാണ് വരുന്നത്. ഞാൻ ജോവാൻജോയിലാണ് ചെറിയൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു നമ്മുടെ കോറൈറ്ററായ രവീഷാറിനെ പരിചയപ്പെടുന്നത്. രവീഷാറിന്റെ ഫസ്റ്റ് പടമാണ്. ഒരുപാട് സന്തോഷം. ഞാനൊരു ലീഡിങ് ക്യാരക്ടറിൽ വരുന്ന ഒരു പടമാണ്. നിങ്ങൾ മസ്റ്റായിട്ട് എല്ലാവരും പോയി കാണുക. ഞാൻ മാത്രമല്ല, ഒരുപാട് പേരുണ്ട്, നല്ല ഒരുപാട് പുതുമുഖങ്ങളുണ്ട്. അവരെല്ലാം നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. നല്ലൊരു കോമഡി ഫാമിലി എന്റർടൈൻമെന്റ് ആണ്. മസ്റ്റായിട്ട് നിങ്ങൾ നമ്മുടെ കൊച്ചു പടത്തിനെ സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല, പക്ഷെ അടിപൊളിയാണ്. ഫാമിലി ആയിട്ടും അല്ലാതെ സ്റ്റുഡൻസ് ആയിട്ടും എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റിയ സ്റ്റോറിയാണ്. പണ്ടത്തെ കാലഘട്ടം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വളരെ എന്താണ് വ്യത്യാസങ്ങളും എല്ലാ കാര്യങ്ങളും എന്റർടൈൻമെന്റ് അല്ലാണ്ട് അത് തരുന്ന ഒരു മെസ്സേജും നമ്മൾ വളരെ റെലവന്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരു വിഷയമുണ്ട്. അത് ഏത് കാലത്തും അതിങ്ങനെ മുന്നോട്ടും താഴോട്ടും ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. ഇപ്പോഴും ആൾക്കാർക്ക് മനസ്സിലാവാത്തതും എന്നാൽ അതിന്റെ മനസ്സിലാക്കേണ്ടതും അതിൻ്റെതായ പ്രശ്നങ്ങളും ഒക്കെ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. അപ്പോൾ വളരെ കൊച്ചു സിനിമയാണ്, പക്ഷെ കണ്ടന്റ് വൈസ് അല്ല. ഞങ്ങൾ പുതിയ ആൾ കാണണം, സപ്പോർട്ട് ചെയ്യണം. പുതിയ ആൾക്കാരുടെ സ്വപ്നമാണ്. അപ്പോൾ